US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച വെടിനിർത്തൽ പദ്ധതി ഹമാസ് നേതൃത്വം ഭാഗികമായി അംഗീകരിച്ചതോടെ ഗാസയിൽ സമാധാനം പുലരുമെന്ന പ്രത്യാശയിൽ ലോകം. പദ്ധതി പ്രകാരം ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. സമാധാന പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും കാലതാമസം പൊറുക്കില്ലെന്നും വീണ്ടും ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം. ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചതിനു പിന്നാലെ ആദ്യഘട്ടം നടപ്പിലാക്കാനൊരുങ്ങി ഇസ്രായേൽ. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ച ഇസ്രായേലിന് ട്രംപിന്റെ അഭിനന്ദനം. ഇസ്രായേൽ മഹത്തായ നേട്ടത്തിലേക്കെന്നും ബന്ദിമോചനത്തിന് അരികെയെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ മരണം 67,000 കടന്നു. പരിക്കേറ്റവർ 1,69,430. 2 വർഷം പൂർത്തിയാകുന്ന ഗാസ യുദ്ധം കൊണ്ട് ഏറെ നഷ്ടം ഹമാസിന്. ഗാസ യുദ്ധം 2ാം വർഷത്തിലേക്ക്. 2023 ഒക്ടോബർ 7 പുലർച്ചെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും വ്യോമാക്രമണ പ്രതിരോധ കവചമായ അയൺ ഡോമിന്റെയും കണ്ണുവെട്ടിച്ച് ടെൽ അവീവിൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം. ഓപ്പറേഷൻ അൽ അക്സ് ഫ്ലഡ് എന്ന് പേരിട്ട ആക്രമണത്തിൽ ഹമാസ് ഇസ്രായേലിലേക്ക് തൊടുത്തത് 5000-ഓളം റോക്കറ്റുകൾ. 1200-ലേറെ ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു. 251 പേരെ ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ ഹമാസിനെയും അവരുടെ നേതാക്കളെയും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സ്വാഡ്സ് ഓഫ് അയൺ എന്ന പേരിൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണം 2ാം വർഷത്തിലും അവസാനിക്കുന്നില്ല. 2 വർഷം കൊണ്ട് ഗാസ ചാവുനിലമായി മാറി. ഹമാസിന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. ഹമാസിനെയും മറ്റ് ഇസ്രായേൽ വിരുദ്ധ സംഘടനകളെയും പോറ്റി വളർത്തുന്ന ഇറാനും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. 2 വർഷത്തിനുള്ളിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ നിരവധി അന്താരാഷ്ട്ര ഇടപെടലുകളുണ്ടായി. താൽക്കാലികമായ വെടിനിർത്തലിൽ മാത്രം സമാധാന ശ്രമങ്ങൾ ഒതുങ്ങിയപ്പോൾ യുദ്ധം അനിശ്ചിതമായി തുടർന്നു. 2ാം തവണ പ്രസിഡന്റായപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമായിരുന്നു ഗാസ യുദ്ധം അവസാനിപ്പിക്കുമെന്നത്. അതിനായി പല ശ്രമങ്ങൾ നടത്തിയ ട്രംപ് ഒടുവിൽ ഗാസ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ഇരുപക്ഷത്തിനു മുന്നിലും 20 ദിന പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധത്തിന് അടിത്തറയിട്ട അബ്രഹാം കരാറിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രവും ട്രംപിന്റെ മരുമകനുമായ ജാരദ് കുഷ്ണർ പദ്ധതി തയ്യാറാക്കിയതിന് വലിയ പങ്ക് വഹിച്ചുവെന്നാണ് റിപ്പോർട്ട്. ജൂതവംശനായ കുഷ്ണറിനോടൊപ്പം ട്രംപിന്റെ വിശ്വസ്തനും പശ്ചിമേഷ്യ കാര്യങ്ങളുടെ ചുമതലക്കാരനായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ആശയങ്ങളും സമാധാന പദ്ധതിക്ക് പിന്നിലുണ്ട്. അറബ് മുസ്ലിം രാജ്യങ്ങളുമായി ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതി ഗാസയിൽ സമാധാനം കൊണ്ടുവരുമോ എന്ന പ്രതീക്ഷയിലാണ് ലോകം. അയൽ രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കാത്ത വിധം ഭീകരതയിൽ നിന്ന് ഗാസയെ മുക്തമാക്കണം. ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പുനർനിർമ്മാണവും വികസനവും നടപ്പിലാക്കും. ബന്ദികളുടെ മോചനത്തിന് വഴിയൊരുക്കാനായി ഇസ്രായേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് പിന്മാറും. കരാർ പരസ്യമായി അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കണം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250 തടവുകാരെയും 2023 ഒക്ടോബർ 7 ശേഷം തടവിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1700 ഗാസ നിവാസികളെയും ഇസ്രായേൽ മോചിപ്പിക്കണം. ആയുധം വെച്ച് കീഴടങ്ങുന്ന ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകും. ഗാസയിൽ രാഷ്ട്രീയ ചായ്വില്ലാത്തവരെ ചേർത്തുള്ള ഇടക്കാല സർക്കാരിനെ നിയമിക്കും. ദ ബോർഡ്സ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. മറ്റ് രാഷ്ട്രതലവന്മാരെയും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തും. ഗാസയുടെ ഭരണത്തിൽ ഹമാസിനോ മറ്റ് സംഘടനകൾക്കോ നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കില്ല. ഹമാസിന്റെ ആയുധ നിർമ്മാണ സൗകര്യങ്ങളും സൈനിക കേന്ദ്രങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെ സകലതും നശിപ്പിക്കും. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അഥവാ ISF-നെ ഗാസയിൽ ഉടനടി വിന്യസിക്കും. തുടങ്ങി 20 ദിന പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. പദ്ധതി അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് 6 മുൻപ് അംഗീകരിക്കണമെന്ന് ഹമാസിന് ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു. പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം മുച്ചൂടും നശിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വിശദാംശങ്ങൾ നാളെ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ തുടങ്ങുന്ന മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനിക്കും. വെടിനിർത്തൽ ചർച്ചകൾ വേഗത്തിലാക്കാൻ ജാരദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചയിൽ പങ്കെടുക്കും. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്നും ഗാസയുടെ ഭരണം കൈമാറാമെന്നും ഹമാസ് നേതൃത്വം സമ്മതിച്ചു.
നിലവിൽ 48 ബന്ദികൾ ഗാസയിലുണ്ടെന്നാണ് കരുതുന്നത്. അതിൽ 20 പേർ മാത്രമേ ജീവനോടെയുള്ളൂ. ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മതിച്ച ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തോട് അനുകൂലിച്ചിട്ടില്ല. ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സേനാ പിന്മാറ്റത്തിന് ഇസ്രായേൽ വഴങ്ങില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. കരാർ നിരസിച്ച് പോരാട്ടം തുടരാനാണ് തീരുമാനമെന്ന് ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡിന്റെ കമാൻഡർ ഇസുദ്ദീൻ അൽ ഹദ്ദാദിനെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. കരാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതിയെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് സമാധാന പദ്ധതിയെ വെച്ച് താമസിപ്പിക്കുന്നതിനെതിരെ വീണ്ടും ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ട്രംപ്. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും കാലതാമസം പൊറുക്കില്ലെന്നും ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പദ്ധതിയുടെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാ സാധ്യതകളും ഇല്ലാതെയാകുമെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി. ബന്ദികളെ വിട്ടയച്ചാൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക പലസ്തീനികൾക്കുമുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിലെ ചില വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. ഘട്ടം ഘട്ടമായുള്ള ഇസ്രായേൽ സൈനിക പിന്മാറ്റത്തെ ഹമാസ് അനുകൂലിക്കുന്നില്ല. ഇസ്രായേൽ സൈന്യം സമ്പൂർണ്ണമായി പിന്മാറണമെന്ന ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ ചായ്വില്ലാത്തവരുടെ ഇടക്കാല സർക്കാരിനോടും ഹമാസിന് വിയോജിപ്പുണ്ട്. പലസ്തീൻകാരുടെ ദേശീയ താൽപര്യത്തിനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയ്ക്കും അനുസരിച്ചുള്ള ഒരു ഇടക്കാല സർക്കാരിന് ഭരണം കൈമാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായ ബോർഡ് ഓഫ് പീസ് ഗാസയുടെ ഭരണമേൽനോട്ടം വഹിക്കുന്നത് ബാഹ്യ സമ്മർദ്ദത്തിനും നിയന്ത്രണങ്ങൾക്കും വഴിവെക്കുമെന്നുള്ളതിനാൽ ആ നിർദ്ദേശത്തെയും ഹമാസ് നിരാകരിക്കുകയാണ്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള വിദേശ ഭരണകൂടത്തിൽ ഇസ്രായേൽ അനുകൂലികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുമെന്ന ആശങ്കയും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നു. വെസ്റ്റ് ബാങ്കിനെയും ഗാസയെയും വേർതിരിച്ച് ഗാസയ്ക്ക് മാത്രമായി അന്താരാഷ്ട്ര ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ ഹമാസിന് കടുത്ത വിയോജിപ്പുണ്ട്. ഏകീകൃത പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ തൽക്കാലത്തേക്കാണെങ്കിലും അപ്രസക്തമാക്കുന്ന പദ്ധതിയോട് മറ്റു പലസ്തീൻ ഘടകങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. 20 ദിന പദ്ധതിയെ ഭാഗികമായി അംഗീകരിച്ച് തുടർ ചർച്ചകൾക്ക് വഴിതുറക്കുക എന്ന നീക്കത്തിനാണ് ഹമാസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കരാർ ഒറ്റയടിക്ക് നിരസിക്കുന്നതിലൂടെ എതിർ പ്രചാരണങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കാനാണ് ഹമാസിന്റെ ശ്രമം. അതേസമയം പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിലെ ഏതൊക്കെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഗാസയുടെ 80% ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. ഇത് 55% കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. നിശ്ചിത ഇടങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹമാസ് ഭാഗികമായി പദ്ധതി അംഗീകരിച്ചതിന് പിന്നാലെ മഹത്തായ നേട്ടത്തിനരികെയാണെന്നും അവശേഷിക്കുന്ന ബന്ദികളെ ഗാസയിൽ നിന്ന് വൈകാതെ എത്തിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഒന്നുകിൽ കരാർ സ്വീകരിച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ നാശം വരിക്കുക എന്ന സന്ദേശം ഹമാസിന് നൽകിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തിരിച്ചടിയാണ് ഹമാസിന്റെ തന്ത്രപരമായ നീക്കം. ചുരുക്കത്തിൽ, ലളിതമെന്ന് കടലാസിൽ തോന്നിക്കുന്ന ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതി അതിസങ്കീർണവും ശ്രമകരവുമായ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ്.